ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, നിലപാടുള്ള മനുഷ്യനായിരുന്നു അവൻ. സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വന്നവൻ. അതുകൊണ്ട് തന്നെ അവനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: മരുഭൂമിയുടെ കൊടുങ്കാറ്റായിരുന്നു, കർത്താവിന് വഴിയൊരുക്കുവാൻ വന്നവനായിരുന്നു, ചങ്കൂറ്റമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ പറയേണ്ട കാര്യങ്ങൾ ആരുടെയും മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം, തൻ്റെ ഇടം അവനുണ്ടായിരുന്നു. രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് ഹെറോദേസിൻ്റെ മുഖത്ത് നോക്കി അവൻ വിളിച്ചു പറയുന്നുണ്ട്, നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന്. അതിൻ്റെ പേരിൽ അവന് നഷ്ടമായത് അവൻ്റെ ജീവൻ തന്നെയാണ്. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നിലപാടുകളുള്ള മനുഷ്യൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ളത്. അവനെ ശിരച്ഛേദനം ചെയ്ത ഹെറോദേസ് രാജാവ് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടിട്ട് ഉറക്കം നഷ്ടപ്പെട്ട് ഇപ്രകാരമാണ് വിളിച്ചു പറയുന്നത്: ഞാൻ വധിച്ച സ്നാപക യോഹന്നാൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു. കാരണം എന്താ? അവൻ ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തവനെ നിഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അവന് മരണമില്ലാത്ത അവസ്ഥ വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും നിലപാടുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലപാടുകൾ ഇല്ലാതെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? നാം പ്രവർത്തിക്കുന്നതൊക്കെ മറ്റാർക്കോ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കരുതും, എന്ത് ചിന്തിക്കും എന്നുള്ള വ്യാകുലതയുടെ പുറത്തായിരിക്കും നാം പലപ്പോഴും പലതും ചെയ്യുന്നത്. നിലപാടുകൾ ഉണ്ടെങ്കിൽ നാം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം, ഹിതം, അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമായിരിക്കും. ഒന്നാമത്തെ വായനയിൽ ജെറമിയ പ്രവാചകനെ കാണുന്നുണ്ട്. ദൈവം ആവശ്യപ്പെട്ടതാ പള്ളിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് ദൈവാലയത്തിലേക്ക് വരുന്ന ജനത്തെ നോക്കി പ്രസംഗിക്കുക, നിങ്ങളുടെ നാട് നശിക്കാൻ പോകുകയാണ്. ഇതാണ് പ്രവാചകൻ പറയുന്ന കാര്യം. അതിൻ്റെ പേരിൽ അവനെ പിടിച്ച് കൊല്ലാനായിട്ട് ജനം തീരുമാനിക്കുക. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കൊന്നാൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ പറയണത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. നിലപാടുകളുള്ള മനുഷ്യൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ്. എന്ത് നഷ്ടം സഹിക്കേണ്ടി വന്നാലും അറ്റം വരെ അവൻ നിൽക്കും. കാരണം എന്താ? അവൻ ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് മാറിയവനാ, നിലപാടുകളുള്ള മനുഷ്യനാ. അവൻ്റെ ഇഷ്ടങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ സ്വാർത്ഥതകൾക്കോ വേണ്ടിയല്ല, മറിച്ച് നിയോഗിക്കപ്പെട്ട ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിലപാട് എടുക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ സന്തോഷം എന്നുള്ളത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, എങ്ങനെയാണ് അവർ കരുതും എന്നൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മളൊന്നും ചെയ്യാനായിട്ട് പോകരുത്. മറിച്ച് നമ്മുടെ മനസ്സാക്ഷി, നമ്മുടെ കർത്താവ് നമ്മോട് എന്ത് പറയുന്നുവോ അതനുസരിച്ച് നീ പ്രവർത്തിക്കുവാൻ തീരുമാനമെടുക്കാൻ തയ്യാറായാൽ പിന്നെ നിൻ്റെ തുണയായി, ബലമായി നിൻ്റെ ദൈവമായ കർത്താവ് കൂടെ ഉണ്ടായിരിക്കും.